വിശദമായ വാർത്തകളിലേക്ക്. സൗദി ജയിലിൽ വധശിക്ഷ വിധിക്കപ്പെട്ട് കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുറഹ്മാന്റെ മോചനത്തിനാവശ്യമായ സഹായധനം 34 കോടിയിലേക്ക്. ബോബി ചെമ്മണ്ണൂർ വാഗ്ദാനം ചെയ്ത 1 കോടി രൂപ അല്പസമയത്തിനകം പാണക്കാടെത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഏൽപ്പിക്കും. മോചനദ്രവ്യം നൽകാനുള്ള അവസാന തീയതിക്ക് 3 ദിവസം അവശേഷിക്കുകയാണ്. മലയാളികളുടെ കാരുണ്യത്തിന്റെ കരുതൽ ഫണ്ട് സമാഹരണം ലക്ഷ്യത്തിലെത്തിയിരിക്കുന്നത്. ഇപ്പോൾ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളിൽ നിങ്ങളോടൊപ്പം പങ്കുചേരാൻ ഇവിടെ കൂടിയിരിക്കുന്ന ഈ ആപാലവൃതം വരുന്ന ജനസമൂഹം അവർ നെഞ്ചേറ്റിയ ഒരു വലിയ ദൗത്യമാണ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നത്. അത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലോക മലയാളി സമൂഹം ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ ഒരേ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ അവർ ജാതിമത ചിന്തകൾക്ക് അതീതമായി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒറ്റക്കെട്ടായി നിന്നു എന്നുള്ളതാണ് അബ്ദുറഹീമിൻ്റെ മോചനത്തിലേക്ക് നമുക്ക് ഇത്രയും എളുപ്പത്തിൽ വഴിവെക്കാനുണ്ടായ കാരണം. അതിന് ഞങ്ങളോട് സഹകരിച്ചവർ ഒട്ടേറെ പേരാണ്. അത് ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കളുണ്ട്, മത നേതാക്കളുണ്ട്, സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ വ്യാവസായിക കായിക രംഗങ്ങളിലുള്ള ഒട്ടേറെ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട്. അതുപോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് വളരെ പ്രധാനപ്പെട്ട അവരുടെ ദൗത്യം അവർ ആ ഒരു നേരം മുതൽ ഈ ഉമ്മയുടെ കണ്ണീരൊപ്പിക്കൊണ്ട് ഈ വാർത്ത ലോകമെങ്ങും എത്തിച്ചപ്പോൾ അതിൻ്റെ ആ കണ്ണീരിൽ നിന്ന് ഉതിർന്നു വീണ നാണയത്തൊട്ടുകളാണ് ഇന്ന് ഞങ്ങൾക്ക് ഈ സന്തോഷ മുഹൂർത്തം ഒരുക്കിയത് എന്ന് വേണം പറയാൻ. അതുകൊണ്ട് എല്ലാവരോടും ലോകത്തുള്ള മുഴുവൻ മലയാളി സമൂഹത്തോടും ഞങ്ങൾ ഹൃദ്യമായ കടപ്പാടും നന്ദിയും രേഖപ്പെടുത്തുകയാണ്. ഇനി ഞങ്ങളുടെ ഈ അക്കൗണ്ടിലേക്ക് നിങ്ങൾ ഫണ്ട് അയക്കരുത് എന്നുള്ളതാണ് വിനീതമായ അഭ്യർത്ഥന. ഞങ്ങളുടെ ഈ കണക്കുമായി ബന്ധപ്പെട്ട കൃത്യമായ ഓഡിറ്റിങ്ങും മറ്റു കാര്യങ്ങളും ചെയ്യുന്നത് PMA അസോസിയേറ്റ്സിൻ്റെ CEO ആയ ബഹുമാന ഷമീറാണ്. PM ഷമീർ ആ കാര്യം കൂടെ വിശദീകരിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് പ്രവാസി സമൂഹം, റിയാദിലെ പ്രവാസി സമൂഹം നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. വലിയൊരു 2006 മുതൽ ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഈ റിയാദിലെ പ്രവാസി സമൂഹം റിയാദിലെ മാത്രമല്ല പ്രവാസ ലോകത്തുള്ള മൊത്തം ആളുകളും ഈ നമ്മുടെ ഈ ദൗത്യത്തോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ റിയാദിലെ മലയാളി സമൂഹം ഏകദേശം 75ഓളം വരുന്ന സംഘടനകളുടെ പ്രവർത്തകർ ഒറ്റക്കെട്ടായിട്ടായിരുന്നു അവർ ഈ ദൗത്യത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. റഹീമിന് സംഭവിച്ച ഈ ദൗർഭാഗ്യകരമായ സംഭവത്തിൽ അദ്ദേഹത്തെ ഏത് വിധേനയും മോചിപ്പിച്ചുകൊണ്ട് ഈ കണ്ണീരൊഴുക്കുന്ന ഉമ്മായുടെ അരികിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ആ മഹത്തായ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അവർ ഈ ധൈര്യപൂർവ്വമുള്ള ഒരു മുന്നേറ്റമായിരുന്നു ഈ തുക ഏറ്റെടുക്കാൻ. ഈ വലിയ തുക 34 കോടി എന്ന് പറയുന്നത് വലിയ തുകയാണ്. 15 മില്യൺ റിയാൽ എന്ന് പറയുന്നതും വലിയ തുകയായിരുന്നു. ആ തുക ഏറ്റെടുത്തുകൊണ്ട് റിയാദിലെ മലയാളി സമൂഹം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങി. അവരോടുള്ള കടപ്പാടും കമ്മിറ്റിക്ക് വേണ്ടി ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. അബ്ദുറഹീം ലീഗൽ അസിസ്റ്റൻസ് ഈ ട്രസ്റ്റിന്റെ പേരിൽ ആരംഭിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലൂടെ ആപ്പ് വഴിയും ബാങ്കിലേക്ക് നേരിട്ടും ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത 1 മണിക്കൂർ മുമ്പെയുള്ള കണക്ക് പ്രകാരം 31,43,46,568 രൂപ 31,93,46,568. അതുകൂടാതെ പണമായി നേരിട്ട് എത്തിച്ചിട്ടുള്ള ഇങ്ങോട്ട് എത്തിച്ച പണം 2,52,00,000 രൂപയുമുണ്ട്. ഇത് 1 മണിക്കൂർ മുമ്പെയുള്ള ബാങ്ക് അക്കൗണ്ടും ഈ നിമിഷം വരെയുള്ള പണമായി ഏൽപ്പിച്ചവരുടെയും കണക്കാണ്. അങ്ങനെ നിലവിൽ 34,45,46,568 രൂപ 34 കോടി രൂപ ടാർഗറ്റ് ചെയ്ത് കൊണ്ടുവന്ന ഈ സംവിധാനത്തിൽ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം 34,45,46,568 റുപ്പീസ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓഡിറ്റും എല്ലാവിധ വരവ് ചെലവ് കണക്കുകളും അടുത്ത ദിവസം തന്നെ കമ്മിറ്റി നിങ്ങൾ ഓരോരുത്തരെയും അറിയിക്കും. ഇതാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ബോബി ചെമ്മണ്ണൂരിൻ്റെ 1 കോടി രൂപ ഉൾപ്പെടെയാണ് ഈ തുക. ദിസ് ഈസ് ദി റിയൽ സ്റ്റോറി ഓഫ് കേരള. കേട്ടോ, ഇതാണ് ശരിക്കും കേരളത്തിന്റെ യഥാർത്ഥ പരമാവധി സഹകരിച്ച മാധ്യമങ്ങൾക്കും
എല്ലാവർക്കും ബ്ലോഗേഴ്സിനോടും എല്ലാവർക്കും സോഷ്യൽ മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും പ്രാദേശിക കമ്മിറ്റികൾക്കും വനിതാ കൂട്ടായ്മ എല്ലാം ഒറ്റവാക്കിൽ നന്ദി കൂടി രേഖപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുക. നമ്മുടെ സോഫ്റ്റ്വെയർ ടീം ഇതിന്റെ ഏറ്റവും കാര്യക്ഷമമായ പ്രവർത്തനത്തിന് ഈ ഒരു റിസൾട്ടിന് കാരണം ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അൺഇൻറ്ററപ്റ്റഡ് ആയി ട്രാൻസാക്ഷൻസ് വരുന്ന സ്പൈൻ കോഡിന്റെ നമ്മുടെ സോഫ്റ്റ്വെയർ ആണ്. ആ ആപ്ലിക്കേഷന് പ്രത്യേകം നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് ഇവിടെ പ്രാദേശിക ഊണും ഉറക്കും കഴിഞ്ഞ് 24 hours ഈ വീട് കേന്ദ്രമാക്കിക്കൊണ്ട് ഇവിടുത്തെ നാട്ടുകാരും പ്രാദേശിക കമ്മിറ്റിയും പ്രവർത്തിച്ച ആളുകൾ എല്ലാവരെയും മുക്തകണ്ഠം പ്രശംസിക്കാൻ ഈ അവസരം ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ബാബ സമതടക്കമുള്ള എല്ലാ ആളുകളെയും മുക്തകണ്ഠം പ്രശംസിക്കാൻ. കേന്ദ്രീകരിച്ചായിരുന്നു രാവും പകലുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. അതൊരു 10-50 ചെറുപ്പക്കാർ മൊത്തം അതിന് രാപ്പകൽ അധ്വാനിച്ച് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും റഹീമിന്റെ കൂടെ നിന്ന് ഈ കുടുംബത്തിന്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. നമ്മൾ വളരെ ദുഃഖത്തിന്റെ നിമിഷങ്ങൾ കടന്നുപോയി. ഇപ്പം കടന്നു പോകുന്ന സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കുക. നമ്മളെല്ലാവരും വിജയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇനി എല്ലാവരും റഹീം തിരിച്ചു വരുന്നവരെ പ്രാർത്ഥിക്കാം റഹീമിന് വേണ്ടിയിട്ട്. ഓക്കെ, വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, അബ്ദുറഹിമാന്റെ മോചനത്തിനായി ഒരു നാട് തന്നെ കൈകോർത്തിരിക്കുന്നു. എന്തൊക്കെയാണ് അവിടുന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? വൃന്ദ, യഥാർത്ഥത്തിൽ ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. ഇതാണ് റിയൽ കേരള സ്റ്റോറി. അതായത് അബ്ദുറഹീം എന്ന് പറയുന്ന ഒരു മലയാളി യുവാവിന്റെ മോചനത്തിനായി മലയാളികൾ ഒന്നടങ്കം ജാതിയും മതവും രാഷ്ട്രീയവും മറന്ന് കൈകോർത്ത ഒരു കാഴ്ച. അത് ലക്ഷ്യം കാണാൻ കേവലം 3 ദിവസം ബാക്കി നിൽക്കെ 34 കോടി എന്ന് പറയുന്ന അസാധ്യമെന്ന് നേരത്തെ കരുതിയിരുന്ന കണക്കിതാ മലയാളി സാധ്യമാക്കിയിരിക്കുന്നു. 34,45,46,000 രൂപ 1 മണിക്കൂർ മുൻപ് ബാങ്ക് അക്കൗണ്ടിലൂടെയും നേരിട്ടുമായി സമാഹരിച്ചുകൊണ്ട് ആ ഒരു തുക മലയാളി ഇതാ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. ഇവിടെ മതമില്ല, ജാതിയില്ല, രാഷ്ട്രീയമില്ല. കേരള സ്റ്റോറി എന്ന പേരിൽ കേരളത്തെ അപമാനിച്ചവർക്ക് മാനവികത കൊണ്ട് മലയാളികൾ മറുപടി നൽകിയ ഒരു കാഴ്ച ഇതാ ഇവിടെ കാണുകയാണ്. കോഴിക്കോട് ഫറൂഖ് സ്വദേശിയുടെ ഒരു മോചനത്തിന് വേണ്ടി എല്ലാ മനുഷ്യരും ഞങ്ങൾ ഏകോദര സഹോദരന്മാരാണ് എന്ന് പറഞ്ഞതുപോലെ പലതുള്ളി പെരുവെള്ളം തന്നാൽ കഴിയുന്ന വിധം പിഞ്ചു കുട്ടികൾ പെരുന്നാളിനും വിഷുവിനുമൊക്കെ നേരത്തെ കിട്ടിയ കൈനീട്ടമെല്ലാം തന്നെ ഉള്ള 100 രൂപയും 200 രൂപയും സമാഹരിച്ചുകൊണ്ട് ആ തുക പോലും അബ്ദുറഹീമിന്റെ മോചനത്തിനായി, അബ്ദുറഹീമിന്റെ ഉമ്മയുടെ കണ്ണുനീർ 2 ആഴ്ച മുൻപ് ഈ നിയമസഹായ സമിതിയുടെ ഭാരവാഹികൾ കോഴിക്കോട് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അവരുടെ ദുരിതമറിഞ്ഞ് പിന്നീട് അത് കേരള വിഷൻ ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങളിലൂടെ ആ ഉമ്മയുടെ കണ്ണുനീർ കണ്ട് ലോക മലയാളികൾ അതോടൊപ്പം നിന്നു. എടുത്തു പറയേണ്ട ഒരു പേര് ബോബി ചെമ്മണ്ണൂർ എന്നുള്ളതാണ്. അത് കൃത്യമായി പറയണം. കാരണം അദ്ദേഹം ഇതിനു വേണ്ടി ആദ്യം 1 കോടി രൂപ സഹായ വാഗ്ദാനം ചെയ്യുന്നു. പിന്നീട് മറ്റു 33 കോടി രൂപയ്ക്കായി യാചക സമരം ഉൾപ്പെടെയുള്ള സമരങ്ങൾ നടത്തുന്നു. അദ്ദേഹം തെരുവിലിറങ്ങുന്നു. ഒപ്പം തന്നെ ഒരു പൊതുസമൂഹമാകെ രാഷ്ട്രീയ ഭേദമന്യേ ഇതിന്റെ കമ്മിറ്റി പരിശോധിക്കുകയാണെങ്കിൽ ചെയർമാന്റെ പേര് സുരേഷാണ്. ഇതിന്റെ ഭാരവാഹികളുടെ പേര് ഒന്ന് സുരേഷാണ്, വേറൊന്ന് ആലിക്കോയ മാസ്റ്ററാണ്, മറ്റൊന്ന് ഗിരീഷാണ്, മറ്റൊന്ന് ഇപ്പോൾ കൃത്യമായി കണക്കുകൾ പറഞ്ഞ PMA സമീർ അടക്കമുള്ളവർ. അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ ഒറ്റക്കെട്ടായി നിന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഈ ഏറ്റവും ആദ്യം ഇതിലേക്ക് ഇതിലേക്ക് നിയമസഹായത്തിനുള്ള തുക 1 കോടി രൂപ വാഗ്ദാനം ചെയ്ത ബോബി ചെമ്മണ്ണൂർ 5:45 ഇന്ന് വൈകുന്നേരം 5:45 പാണക്കാടെത്തി പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് ആ തുക കൈമാറുന്നു എന്നുള്ളതാണ് മറ്റൊരു സന്തോഷ വാർത്ത. ഇപ്പോൾ 1 മണിക്കൂർ മുൻപ് ഈ അക്കൗണ്ട് പൂർണ്ണമായും ക്ലോസ് ചെയ്തു. ഈ ക്ലോസ് ചെയ്യുന്ന ഏറ്റവും ഒടുവിലത്തെ കണക്ക് മാത്രമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 34 കോടി രൂപയിലധികമുള്ള 34,45,46,000 രൂപ 1 മണിക്കൂർ മുൻപുള്ള കണക്കാണ്. കൃത്യമായി ഓഡിറ്റിംഗിന് വിധേയമാക്കി നേരത്തെ പറഞ്ഞതുപോലെ കുട്ടി മാസ്റ്ററുടെയും സുരേഷിന്റെയും ഗിരീഷിന്റെയും PMA സമീറിന്റെയും എല്ലാം നേതൃത്വത്തിൽ ഇത് ഓഡിറ്റിംഗിന് വിധേയമാക്കിയതിനു ശേഷം ഉള്ള 1 മണിക്കൂർ മുൻപ് മാത്രമുള്ള തുകയാണ്. അതിൽ കൂടുതൽ ചിലപ്പോൾ വന്നിട്ടുണ്ടാകാം. ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ചുമയുടെ ഭാഗമായി പള്ളികളിൽ ഇതിന് സംബന്ധിച്ച ധനസമാഹരണം ഉണ്ടായിരുന്നു. ആ തുകയൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഇനി ഈ 34 കോടി രൂപ ലഭിച്ച വിവരം സൗദി എംബസി വഴി ഈ വാദിഭാഗത്തെ അറിയിക്കും. അറിയിച്ചതിന് ശേഷം കരാർ പ്രകാരമുള്ള തുക
കൈമാറാനുള്ള സന്നദ്ധത അറിയിക്കും. അങ്ങനെയെങ്കിൽ ഇതാ അബ്ദുറഹീം മലയാളികളുടെ ആഗ്രഹം പോലെ ആ ഉമ്മയുടെ കണ്ണുനീരിന് ഫലമുണ്ടാകുന്ന നിമിഷമാണ്. അബ്ദുറഹീം തിരികെ വധശിക്ഷയിൽ നിന്ന് മോചിതനായി തിരികെ സാധാരണ ജീവിതത്തിലേക്ക് വരും. അബ്ദുറഹീം വൈകാതെ തന്നെ ജയിൽ മോചിതനായി തിരികെ വരുന്ന ഒരു നാളുണ്ടാകും. അതിന് ഇനി കുറഞ്ഞ കാത്തിരിപ്പ് മാത്രമാണ്. ഒരു മലയാളിക്ക് വേണ്ടി മലയാള സമൂഹം ഒന്നാകെ കൈകോർത്ത, മലയാളികൾ മാത്രമല്ല പ്രവാസി സുഹൃത്തുക്കൾ പറയുന്നത്, ഇതിൽ മറ്റ് രാജ്യത്തുള്ളവർ പോലും, അതായത് ഇന്ത്യക്കാരെന്നോ അല്ലെങ്കിൽ മറ്റ് വിദേശികളെന്നോ ഇല്ലാതെ തന്നെ ഈ മലയാളി സുഹൃത്തുക്കൾ, പ്രവാസികൾ ഏറ്റവും കൂടുതൽ സഹായിച്ചത് പ്രവാസികളാണ്. ആ പ്രവാസി സുഹൃത്തുക്കൾ അവിടെ വിദേശത്ത് ഇത്തരമൊരു സഹായ അഭ്യർത്ഥന നടത്തിയപ്പോൾ എല്ലാ രാജ്യത്തുള്ള